ഭക്തർക്ക് കൗതുകമായി കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര മഹാദേവർ ക്ഷേത്രത്തിൽ 500 വർഷത്തിലധികം പഴക്കമുള്ള ഭരണികൾ കണ്ടെത്തി. ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് മുറി വൃത്തിയാക്കുന്നതിനിടയിലാണ് തറയിൽ നിന്നും 5.5 അടി താഴ്ചയിൽ കുഴിച്ചിട്ട നിലയിൽ ഭരണികൾ കാണപ്പെട്ടത്. 4.5 അടി പൊക്കത്തോളം വരുന്ന വലിയ ഭരണികൾ ഉൾപ്പെടെ 6 ഭരണികളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഓഫീസ് വൃത്തിയാക്കുന്ന സമയത്ത് 3 ഭരണി കഴുത്തോളം കുഴിച്ചിട്ട അവസ്ഥയിലായിരുന്നു. വളരെ ശ്രദ്ധയോടെ അതിൽ നിന്ന് കുഴിച്ചെടുത്ത് അത് വെളിയിലിറക്കുകയായിരുന്നു. 3-4 ജോലിക്കാരുടെയും അതോടൊപ്പം ഇവിടുത്തെ ജീവനക്കാരുടെയും സഹായത്തോടെ അത് വെളിയിലിറക്കി വൃത്തിയാക്കി വാതിൽ പൊളിച്ച് അത് വെളിയിലിറക്കി അത് വൃത്തിയാക്കി അതിനുശേഷമാണ് ഇപ്പം ഭക്തജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഇതിവിടെ വച്ചിരിക്കുന്നത്. തറയിൽ കുഴിച്ചിട്ടിരുന്ന അവസ്ഥ, അത് കഴുത്ത് വരെ തറയിൽ കുഴിച്ചിട്ടിരുന്ന അവസ്ഥയിലാണ് ഇത് കാണാൻ സാധിച്ചത്. നമ്മൾ ഇത് കാണുന്ന സമയത്ത് ഈ വാതിൽ വഴി ഇത് പുറത്തിറക്കാനോ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതിവരെ എങ്ങനെ അകത്ത് കയറ്റാതെ റൂം കെട്ടി എന്നതിന് മുമ്പ് അകത്ത് കയറ്റിയതാണോ അത് വാതിൽ വെക്കുന്നതിന് മുമ്പ് അകത്ത് കയറ്റിയതാണോ നമുക്കറിയത്തില്ല. നമ്മളെന്തായാലും ഈ വാതിൽ പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇവിടുത്തെ ജീവനക്കാരുടെയും അതോടൊപ്പം ബാക്കിയുള്ള പണിക്കാരുടെയും സഹായത്തോടെ ഇത് പുറത്തിറക്കിയത്. മുത്തുകുടയും തലയെക്കെട്ടും ജീവിതയും അങ്ങനെ എല്ലാം കൂടെ വെച്ചിരിക്കുന്ന ഈ തെക്കേ അറ്റത്തെ സ്റ്റോർ മുറിയിൽ കന്നിമൂല മുറിയിൽ ചീനഭരണി കുഴിച്ച് ഇട്ടിരുന്നതു അതിൻ്റെ പകുതിക്ക് താഴ്വശം കുഴിച്ചിടുകയും പകുതിക്ക് മേൽഭാഗമായിട്ട് ഓപ്പണായിട്ടിരിക്കും. അപ്പം പലരും പല സങ്കല്പത്തിൽ പലതും പറയുന്നു. അതായത് പണ്ട് ഈ ഭരണികളിലായിരുന്നു അമ്പലത്തിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് സ്റ്റോക്ക് ചെയ്തിരുന്നതെന്നും മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമായിരുന്നെന്നും പലരും പലതരത്തിൽ പറയുന്നുണ്ട്. വ്യക്തമായിട്ട് ആ ഒരു പഴയ കാഴ്ചപ്പാട് പറയാൻ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട നമുക്കാർക്കും പറ്റുന്നില്ല. എന്തായാലും നവീകരണത്തിനോടനുബന്ധിച്ച് ആ മുറി വൃത്തിയാക്കിയപ്പോൾ അതെടുത്ത് വെളിയിൽ കൊണ്ടുവച്ച് ഉപദേശക സമിതിയും ദേവസ്വം ജീവനക്കാരും കൂടെ ചേർന്ന് അതിനകത്തെ മണ്ണും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞ് അത് ഭംഗിയായിട്ട് അമ്പലത്തിന് മാറ്റുകൂട്ടുന്ന തരത്തിൽ മോടി ഭംഗിയായിട്ട് നിരത്തി വച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചീനഭരണി എക്കാലം ഒക്കുന്നിടത്തോളം കാലം കാത്തു സൂക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്. ഇതിനകത്ത് എത്ര വർഷങ്ങളോളം ഇത് വൃത്തിയാക്കി ഈ മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ എത്ര വർഷം പതിറ്റാണ്ടുകളിരുന്നാലും ആ ഉപ്പിലിട്ട സാധനങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ലായിരുന്നു. ഭഗവാന്റെ ദർശനത്തോടൊപ്പം അതും കാണാൻ കഴിയുന്നത് മനസ്സിന് കുളിർമയേകുന്ന ഒരു വസ്തുതയാണ്. ഇപ്പം തൊഴാൻ വരുന്ന ഭക്തർക്ക് അകത്ത് കയറുന്നവർക്കായാലും അകത്ത് കയറാതെ പുറത്തെ ദർശനം നടത്തി പോകുന്നവർക്കായാലും അത് എല്ലാം കാണാനും ആൾക്കാർ ഇപ്പം 3-4 ദിവസമായി ഇതെടുത്ത് വൃത്തിയാക്കി വെച്ച് അതിനുശേഷം ഈ വരുന്ന ഭക്തജനങ്ങൾ കുടുംബപരമായിട്ട് അതിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും കണ്ട് ആസ്വദിച്ച് സംതൃപ്തിയായിട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്.